Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ കുറേ നാൾക്ക് ശേഷം ആപ്പിൾ ഒരു പുതിയ അപ്ഡേഷനായിട്ട് വന്നിരിക്കുകയാണ്. iOS 16.3.1. ഈ ഒരു അപ്ഡേഷനിലൂടെ ആപ്പിൾ നമ്മുടെ അപ്ഡേഷൻ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 235 MB-ലാണ് iPhone 11-ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ iPhone 8 മുതൽ iPhone 14 Pro Max ഉള്ള എല്ലാ ഡിവൈസിലും നമുക്ക് സപ്പോർട്ട് ആവുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ആപ്പിൾ iPadOS 16.3.1 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9.3.1 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 13.2.1 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS ആൻഡ് HomePodOS 16.3.2 റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു iOS 16.3.1 വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ മാറ്റം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബിൽ നമ്പറിൽ നിന്നാണ്. നമ്മുടെ ബിൽ നമ്പർ നോക്കാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20D67 എന്ന്. അതേപോലെ നമ്മുടെ ആദ്യത്തെ ഒരു മാറ്റം വരുന്നതും ഈ ഒരു എബൌട്ട് സെക്ഷൻ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു അപ്ഡേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും ആപ്പിൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്ക് പോകാനുള്ള ലിങ്കും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ലേൺ മോർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലേൺ മോറിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാണാനും പറ്റുന്നതാണ്. ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ പുഷ് ചെയ്തിരിക്കുന്നത് ഒരു ഫീച്ചറായിട്ടല്ല, ഒരു ബഗ് ഫിക്സ് ആയിട്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ മെയിൻ ഫോക്കസ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ iCloudലാണ്. iCloudൽ കറക്റ്റായിട്ടുള്ള റെസ്പോൺസും അതേപോലെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കും ആയിരുന്നില്ല തന്നുകൊണ്ടിരുന്നത് വെച്ചത്. അതുകൊണ്ട് തന്നെ iCloudൻ്റെ ആദ്യത്തെ ബഗ് ഫിക്സ് വന്നിരിക്കുന്നത് ബാക്കപ്പിലും അതേപോലെ iCloud ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലുമാണ് ഈ ഒരു ബഗ് ഫിക്സ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്ന ബഗ് ഫിക്സും നമ്മുടെ സിറിയിലാണ്. സിറിയിൽ വന്നിരിക്കുന്ന ബഗ് ഫിക്സ് എന്താണെന്ന് വെച്ചാൽ സിറിയിൽ നമ്മുടെ ഫൈൻഡ് മൈ നെറ്റ്വർക്കിൽ കൂടെ ഏതെങ്കിലും ഡിവൈസുകൾ ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ് ആ ഒരു കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നില്ല കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ അതിന് പകരം നമ്മുടെ ഡിവൈസിൽ മിസ്ലീഡിങ് ആയ ഇൻഫർമേഷൻസും അതേപോലെ ലൊക്കേഷൻസുമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ബഗ്ഗും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിലൂടെ റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത വന്നിരിക്കുന്ന ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 14 Proയിലും Pro Maxലുള്ള ക്രാഷ് ഡിറ്റക്ഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ iPhone 14 Pro ഒക്കെ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും ഹൈപ്പായിട്ട് വന്നിരുന്ന ഒരു ഫീച്ചറായിരുന്നു ഈ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം നമ്മൾ റോളർ കോസ്റ്ററിൽ പോകുമ്പോഴും അതേപോലെ ഡിഫറെൻറ്റ് ടെറൈനിൽ പോകുമ്പോഴും ഈ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ ട്രിഗർ ആയിരുന്നു. ആ ഒരു ബഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാനുവൽ ഓവർ റൈഡ് അല്ലെങ്കിൽ നമ്മുടെ മാനുവലായിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നീട് കൊണ്ടുവന്നായിരുന്നു. അതേപോലെ ഈ ഒരു അപ്ഡേഷനിൽ iOS 16.3.1 എന്ന അപ്ഡേഷനിൽ നമ്മുടെ ഈ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായ ബഗ് ഫിക്സ് ഒക്കെ കില്ല് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മുടെ ഈ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ സ്പെസിഫൈ ചെയ്ത് ഉണ്ടായ ബഗ്ഗുകളൊക്കെ റിസോൾവ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ കറക്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാനാണ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ ഈ ഒരു ക്രാഷ് ഡിറ്റക്ഷനിൽ മെയിൻ ഫോക്കസ് ആയിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സെക്യൂരിറ്റി അപ്ഡേറ്റിലും കുറച്ചധികം പുതിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റിൽ പോകാനുള്ള ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റിങ്സിൽ എബൌട്ടിൽ തന്നെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ iOS 16.3.1 എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 അപ്ഡേറ്റാണ് മോസ്റ്റ് ആയിട്ടും വന്നിരിക്കുന്നത്. ഒന്ന് ക്രീനലിലും 2 വെബ് കിറ്റിലും. അതേപോലെ പിന്നീട് നമുക്ക് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ഡിവൈസ് കഴിഞ്ഞൊരു ദിവസമാണ്, അതായത് ലാസ്റ്റ് ഒരു വീക്കാണ് ഫോർമാറ്റ് ചെയ്തത്. അതായത് കംപ്ലീറ്റ്
റീസെറ്റ് ഞാൻ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇയർലി എൻ്റെ ഡിവൈസ് ഫോർമാറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു ബഗ്ഗൊക്കെ റിസോൾവ് ചെയ്ത് ഒരു ഫ്രഷ് ക്ലീൻ ഡിവൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇയർലി ഞാൻ റീസെറ്റ് ചെയ്യാറ്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ iOS 17 WWDC റിലീസ് ആക്കാനായിട്ട് ആ വരുന്ന സമയമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡിവൈസിൽ ഇയർലി എൻ്റെ ഡിവൈസ് ഫോർമാറ്റ് ചെയ്യാറ്. പക്ഷേ ലാസ്റ്റ് വീക്കിലൊന്നും അപ്ഡേഷനൊന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിവൈസ് ഫോർമാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മൂത്ത്നെസ് ചിലപ്പോൾ എൻ്റെ ഫോൺ റീസെറ്റ് ചെയ്തുകൊണ്ടും ആവാം. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി പെർഫോമൻസ് ആണ്. ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഒരിക്കലും ഒരാൾക്കും ഒരു ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് അറിയണമെങ്കിൽ 1, 2, 3 ദിവസം തറവായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡിവൈസിൽ പുതിയൊരു അപ്ഡേഷൻ റൺ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് വെച്ചാൽ 85% കൺസിസ്റ്റൻ്റായിട്ട് പോകുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് 4 days എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല യൂസേജും ഞാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡിവൈസ് റൺ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു 4 ദിവസത്തെ ആ ഒരു ബാറ്ററി ലോഗ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ബാറ്ററി യൂസേജിലും ബാറ്ററിയുടെ ലൈഫ് സ്പാനിലും. അതേപോലെ വന്ന അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ വരുന്ന തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തേർമൽ മാനേജ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു iOS 16 നമുക്ക് വലുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ കുറേ ആൾക്കാർക്കും വരാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു തേർമൽ മാനേജ്മെൻറ്റ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് നമ്മുടെ ഡിവൈസിൽ, അതായത് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന്. ഈ ഒരു അപ്ഡേഷൻ മോസ്റ്റ്ലി വന്നിരിക്കുന്നത് ബഗ് ഫിക്സിനാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു അപ്ഡേഷൻ ചെയ്യാൻ പറയും. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ആ മറ്റുള്ളവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക. പക്ഷേ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ മുൻഗണന കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് ബഗ് ഫിക്സ് ആണ് ഇതിൽ മെയിൻ പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ നമ്മുടെ ഈ പറയുന്ന iOS 16.3.2 ചിലപ്പോൾ നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. കാരണം ഹോം പോഡ് OS tvOS ഒക്കെ ഇപ്പോൾ iOS 16.3.2 റൺ ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ആപ്പിൾ ചിലപ്പോൾ iOS 16.3.2 റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു വീക്കിൽ തന്നെ മിക്കവാറും നമുക്ക് iOS 16.4 ബീറ്റ 1 ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ആപ്പിൾ ഇപ്പോൾ ആ ഒരു അപ്ഡേഷൻ വീക്ക്ലി ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ എല്ലാ പുതിയ അപ്ഡേറ്റ്സും ബീറ്റ അപ്ഡേറ്റ്സും കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ടത്താത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.